ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഞാൻ പകുതിക്കെന്നാണ് എടുക്കുന്നത്. കുക്കിങ്ങിന്റെ തുടങ്ങിയപ്പോഴൊന്നും വലിയ ജ്ഞാനബോധം ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കണം എന്നുള്ളത്. ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് തോന്നിയ ഒരു നാടൻ കറി ഉണ്ടാക്കുകയാണെന്ന് നിങ്ങളെ കൂടി കാണിക്കാന്ന് കരുതി അങ്ങനെ തുടങ്ങിയതാട്ടോ വീഡിയോ എടുക്കാൻ. അപ്പൊ ഇതാ മീൻകറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്കുള്ള വറവാണ് അടുത്തതല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അവിടെ കിടന്ന് വറവ് ആയി കഴിഞ്ഞാൽ നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിക്കാം. കറിയുടെ പണി കഴിഞ്ഞു കേട്ടോ. ഇന്ന് ഞാൻ പുതിയൊരു വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കറി വേറൊന്നുമല്ല, നമ്മൾ ചേമ്പിന്റെ തണ്ടും പൂളയും കൂടി കറി വെക്കട്ടെ. നമ്മളിവിടെ താളും പൂളയും കൂടി കറി വെക്കുക, താള് കറി ഉണ്ടാക്കുക എന്ന് പറയും കേട്ടോ. അപ്പൊ അതിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ അതിന് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് താളാണ് കേട്ടോ. അപ്പൊ അച്ഛൻ പറമ്പിൽ നിന്ന് കുറച്ചിതാ അതുപോലെ താള് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ താളെന്ന് പറയും. ചേമ്പിന്റെ തണ്ടാണ് കേട്ടോ. നന്നായിട്ട് കഴുകി ഇതിന്റെ തോല് കളഞ്ഞിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഇതാ കുറച്ച് പൂള കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇവിടെ നേരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അതിൽ അരപ്പ് അരച്ചെടുക്കാം. തേങ്ങ ഒരു 3-4 മുളക് ഇടുന്നുണ്ട്, എരുണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. ചീനമുളകാണെങ്കിൽ പുളിക്കും കേട്ടോ. ഇനി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇടുന്നുണ്ട്. പിന്നെ ഒരല്പം വെള്ളം ഒഴിച്ച ശേഷം ഇതിലേക്ക് നല്ല ജീരകം ഉണ്ടല്ലോ, നമ്മുടെ നല്ല ജീരകം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിന് ഫ്ലേവർ കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. അല്പം വെള്ളം ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക. നന്നായി എന്ന് പറഞ്ഞാൽ പത പോലെ അരച്ചെടുക്കരുത്. നമ്മൾ ഈ വല്ലാണ്ട് ഇങ്ങോട്ട് മാവ് പോലെ അരച്ചെടുക്കാണ്ട് കുറച്ചൊരു തിരിപിരിയായിട്ട് ഇങ്ങനെ അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ നമ്മളെ പൂളയും അതിലേക്ക് ഈ താള് നല്ലോണം കഴുകിയിട്ട് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമ്മളൊരു 3 വിസിലടിക്കുക. കാരണം പൂളയ്ക്ക് കുറച്ച് വേവുണ്ട്, താളിന് അത്ര വേവില്ലതാണ്. അപ്പോൾ പൂള ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു 3 വിസിലടിപ്പിക്കുക. അപ്പോഴേക്കും നമ്മളെ കറി റെഡിയാവും. അപ്പം ഞാൻ എന്ത് ചെയ്തു, താളിന്റെ കൂടെ ഇതിന്റെ കുറച്ച് ഇലയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. തണ്ടല്ല, ഇലയും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി അതും കൂടി ഇതിലങ്ങോട്ട് കുത്തി നിറയ്ക്കാമെന്ന് വിചാരിച്ചു. കുത്തി നിറച്ച് നോക്കിയപ്പോൾ കുക്കർ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നെ അത് പൊട്ടിത്തെറിച്ച് ചാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ ഇട്ടു. എന്നിട്ട് വിചാരിച്ചു ഒരു 2 വിസിലടിച്ച ശേഷം കുക്കർ പതുക്കെ തുറക്കാം. അപ്പൊ താളൊന്ന് നല്ലോണം വെന്തിട്ട് സ്പേസ് കിട്ടുമല്ലോ നമുക്ക്. അപ്പൊ പിന്നെ ഞാൻ കരുതി എന്നാല് ആ സ്പേസ് കിട്ടുന്ന സമയത്ത് ഈ ഇല ഇട്ട് കൊടുക്കാൻ. അപ്പൊ അത് അവിടെ ഒരു നുള്ളു ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് താളിന്റെ കറി നമ്മൾ അടുപ്പത്ത് വെക്കുക കേട്ടോ. കുറച്ച് വെള്ളം ചേർക്കാവും, താളുന്ന വെള്ളം അങ്ങോട്ട് ഇറങ്ങാണ്ടാവും കേട്ടോ. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർക്ക്. എന്നിട്ടൊരു 3 വിസില്, ഞാൻ 3 വിസിൽ അടിച്ചില്ല, കാരണം നമുക്ക് ഈ ഇലയും കൂടി ഇതിൻ്റെ കൂടെ ഇടാനുള്ള കാരണം ഞാൻ ഒരു വിസില് അടിച്ചപ്പോഴേക്കും കുക്കർ പതുക്കെ തുറന്നു. ഇങ്ങനെയൊന്നും തുറക്കാൻ പാടില്ല കേട്ടോ. വിസിൽ അടിച്ച പാടെ കുത്തി തുറക്കാനൊന്നും നിൽക്കരുത്, കുക്കർ പൊട്ടി തുറക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ പൈപ്പിന്റെ ചൂടിൽ കൊണ്ടുവച്ചിട്ട് വെള്ളം കളഞ്ഞ ശേഷമാണ് അത് തുറന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഇലയും കൂടി ഒന്ന് അടിച്ചിട്ട് 2 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ താളുകറി റെഡി ആയിട്ടോ. റെഡി ആവില്ല, നമ്മളെ താള് വെന്ത് കിട്ടി. അപ്പോൾ അത് കണ്ടോ, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പൂളയും താളും ഒക്കെ നല്ല വെന്ത് വന്നു. ഇനി നല്ലോണം ഇതിൽ പൂള ഉണ്ടായിരിക്കും ചിലത് ഇങ്ങനെ ഉടയാൻ വേണ്ടിയിട്ടുള്ളത്. അത് നല്ലോണം നമ്മൾ ഉടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കറി നല്ലൊരു കൊഴുപ്പായിട്ട് കിട്ടും കേട്ടോ. ഈ കറി കൊഴുത്ത കറിയും ഇവിടെ എൻ്റെ മോൻ കാശി പറയും, അമ്മ ആ കൊഴുത്ത കറിക്ക് വേണ്ടത്, അവന് ഇഷ്ടമില്ല കറി കേട്ടോ. പക്ഷെ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം, എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഓഫ് ആയിട്ടുള്ള ഒരു കറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ നാടൻ കറികൾ. എല്ലാ കറികളൊന്നും അങ്ങനെ കൂട്ടുന്ന ആളുണ്ടെങ്കിലും ഈ ഇങ്ങനത്തെ കറികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിലേക്ക് ഇത് നമ്മൾ അരച്ചു വെച്ച തേങ്ങ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ചേർത്ത് കൊടുക്കുക. പിന്നെ അല്പം വെള്ളം ഒഴിക്കുക. ആ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കറി റെഡിയായി. പിന്നെ ഒന്ന് തിളക്കണം. ഈ പച്ചക്കറികളൊന്നും ഒരുപാട് അങ്ങോട്ട് തിളയ്ക്കാൻ വിട്ടു കൊടുക്കരുത്, അപ്പോൾ കറിയുടെ ടേസ്റ്റ് പോകും. എനിക്ക് വലിയ ഇഷ്ടമല്ല അങ്ങനെ തിളപ്പിക്കുന്നത്. അപ്പോൾ ഒന്ന് തിള വരുമ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിട്ടോ. കണ്ടോ, ജസ്റ്റ് ഒന്ന് തിളയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോളുണ്ട്, അതിങ്ങനെ മേലേക്ക് തെറിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത്രയേ ഉള്ളൂ, നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കൂട്ടിയിട്ട് ഒരു പറ ചോറ് തിന്നാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കറിയാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ ഇതുപോലെ തേങ്ങ ചേർക്കത്തില്ല, തേങ്ങ ചേർക്കാണ്ടാണ് കറി ഉണ്ടാക്കുക. അതായത് ചീനമുളകിന് ഇവിടെ പറയട്ടോ, നമ്മൾ ചെറിയ മുളകും അതുപോലെ ചെറിയ ഉള്ളിയും കൂടി മൂപ്പിച്ചിട്ട് അത് വറവിട്ടിട്ടാണ് നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ
ഇത് കഴിക്കാറ്. അതായത് തേങ്ങ ചേർക്കില്ല കേട്ടോ എൻ്റെ വീട്ടിലൊന്നും. അപ്പൊ കറിയൊക്കെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേറെ പാത്രത്തിൽ ഒഴിച്ചു. ഇനി കുക്കറൊക്കെ കഴുകി അടുക്കളയൊക്കെ ക്ലീൻ ചെയ്താൽ നമ്മൾ ഇന്നത്തെ കറി റെഡി ചെയ്തോ. ഇത് വൈകുന്നേരത്തെ സ്നാക്സിനും കൂട്ടാം, സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കുക. കാരണം അത്യാവശ്യം ഒരു കട്ടിയുള്ള കറിയാണ്, നമ്മൾ ഒഴിച്ച് കറി പോലത്തെ ഒരു കറിയല്ല, ഈ ചക്കക്കൂട്ടാനൊക്കെ പോലത്തെ കറിയാണ് കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.